തലേ ദിവസം രാത്രി റാണിയും ശ്രീകുമാറും സീതമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ വന്നിട്ട് ശ്രീകുമാറിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തിനാണെന്ന് റാണി ചോദിക്കുന്നുണ്ട്. സ്ത്രീകൾ നിൽക്കുന്ന സെല്ലിൽ പുരുഷന്മാരെ നിൽക്കാൻ പറ്റൂല, അതുകൊണ്ട് ശ്രീകുമാറിനെ ഇവിടുന്ന് മാറ്റുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആ പോലീസ് കൊണ്ടുപോയത്. അത് ശരിക്കും ശ്രീകുമാറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ശ്രീകുമാറിനെ നന്നായി പെരുമാറിയ ശേഷം ഒരുപാട് കുറ്റങ്ങളൊക്കെ ശ്രീകുമാറിൻ്റെ പേരിൽ ചാർത്തി കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും റാണിക്കെതിരെയുള്ള ട്രാപ്പ് ഒരുക്കിയതായിരുന്നു കേട്ടോ SP. കാരണം റാണിയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അവൾ കുറ്റസമ്മതം നടത്താൻ പോകുന്നില്ല എന്ന് SPക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുഴം മുൻപേ എറിയാണ് കിരൺ ചെയ്തത്. അങ്ങനെ പിറ്റേ ദിവസം കിരൺ ഓഫീസിലെത്തിയതിന് ശേഷം റാണിയെ ചോദ്യം ചെയ്യാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ റാണിക്കൊട്ടും പേടിയില്ലായിരുന്നു കേട്ടോ. പകരം അവൾ പോലീസിനെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. പോലീസുകാർക്ക് ഉശിരുള്ള പെണ്ണുങ്ങളെ കണ്ടാൽ അവരുടെ മുട്ട് വിറയ്ക്കും എന്നൊക്കെയാണ് റാണി പറയുന്നത് കേട്ടോ. കാരണം ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പം ഒരു വനിതാ പോലീസ് കൂടെ വേണമെന്ന് കിരൺ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് കേട്ടോ പറയുന്നത്. പിന്നീട് അച്ഛൻ്റെ പേര് ചോദിക്കുന്നുണ്ട്, അർജുൻ്റെ വീട്ടിൽ എങ്ങനെയാണ് എത്തിയതെന്നൊക്കെ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കേട്ടോ കിരൺ. അപ്പോൾ അതിനൊന്നും അവൾ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം പറയുന്നില്ലായിരുന്നു. ശേഷം അവൾ പറയാണ്, വേണമെങ്കിൽ സത്യം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ കോടതി 2 വർഷം ശിക്ഷിക്കുമായിരിക്കും. സത്യം പറയാതിരിക്കുന്നതാണ് എനിക്ക് ഗുണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കാം കേട്ടോ. എനിക്ക് ആളെ പറയാൻ ആഗ്രഹമൊന്നുമില്ല, ഞാൻ ഒരുക്കമല്ലെന്ന് ഞാൻ കോടതിയിൽ പറയുന്നൊക്കെ പറയാണ്. അപ്പോൾ കിരൺ പറയണ്ടേ, ഓഹോ അപ്പോൾ നീ എല്ലാം പഠിച്ചിട്ടാണ് വന്നതില്ലെന്ന് പറയാം കേട്ടോ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പൂജയുടെ റോൾ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഇത്തിരി സ്മാർട്ട്നെസ്സൊക്കെ വേണമല്ലോ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വലിയ ഡയലോഗ് അടിക്കുകയാണ്. ഞാൻ ശരിക്കും നിന്നെക്കുറിച്ച് അന്വേഷിച്ച് പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നീ ജനിച്ച സാഹചര്യവും നീ വളർന്ന തെരുവും ഗുണ്ടായുസും എല്ലാം എനിക്കറിയാം. അർജുനെയും പൂജയെയും അപകടത്തിൽപ്പെടുത്തിയത് നീയാണ്. പിന്നീട് പൂജയെ കിഡ്നാപ്പ് ചെയ്തതും നീയല്ലേ. ശേഷം പൂജയുടെ മുഴുവൻ ആദർശങ്ങളും പഠിച്ച് അവരുടെ വീട്ടിൽ കയറി. പൂജയുടെ പേരിലുള്ള മുഴുവൻ സ്വത്തുക്കളും കൈക്കലാക്കാമെന്നുള്ളതായിരുന്നു നിന്റെ ലക്ഷ്യം. അപ്പോൾ ഇത് ആദ്യം തിരിച്ചറിഞ്ഞ് നന്ദഗോപനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ടെറസിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. പിന്നീട് അച്ചമ്മ നിന്റെ കള്ളത്തരം പൊളിച്ചടക്കുമെന്നായപ്പോൾ അവർക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി. ഇതൊന്നും നീ ഒറ്റക്കായിരുന്നില്ല ചെയ്തത്. ഇങ്ങനെ കിരൺ പറഞ്ഞിട്ട് ശ്രീകുമാറിനെ കൊണ്ടുവരാൻ പറയാൻ കേട്ടോ പോലീസിനോട്. അങ്ങനെ ശ്രീകുമാറിനെ കൊണ്ടുവരുമ്പം ശ്രീകുമാറിൻ്റെ കോലം കണ്ടിട്ട് റാണി ഞെട്ടുകയാണ് കേട്ടോ. മുഖമൊക്കെ ആകെ മുറിവുകളും ശരിക്കും നടക്കാൻ കഴിയാതെ ഒരാളെ സഹായത്തോടെ നടന്നു വരുന്ന ശ്രീകുമാറിനെയാണ് റാണി കാണുന്നത്. അവളാകെ അങ്ങ് വല്ലാണ്ടാവുകയാണ്. എന്നിട്ട് ശ്രീ എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലാൻ നിൽക്കാൻ കേട്ടോ. ശ്രീകുമാറിനെ താങ്ങി പിടിച്ചുകൊണ്ട് സീതമ്മയും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് കിരൺ പറയാണ്, നിന്റെ മുഴുവൻ ക്രൈമും നിങ്ങൾ 3 പേരും ചേർന്ന് പ്ലാൻ ചെയ്തതാണ്. പിന്നെ ശ്രീകുമാറിനെ ഇന്നലെ രാത്രി പോലീസുകാരൻ കൊണ്ടുപോയതിന് ശേഷം മർദ്ദിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കിരൺ ഒരു പേപ്പർ കാണിക്കാൻ കേട്ടോ. നീയും ഇവനും ഈ തള്ളയും കൂടി പ്ലാൻ ചെയ്താണ് എന്ന് ഇവൻ സമ്മതിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ റാണി ഷോക്കാകും കേട്ടോ. നീ മഹേശ്വരി അമ്മക്ക് കൊടുത്ത വിഷക്കുപ്പി ഇവനാണ് നിനക്ക് എത്തിച്ചു തന്നത്. നിനക്ക് വേണ്ടി പൂജയെ കടത്തിക്കൊണ്ട് പോയതും ഒളിപ്പിച്ചതും ഈ തള്ളയും ഇവനും ചേർന്നാണ്. അർജുൻ്റെയും പൂജയുടെയും ആക്സിഡൻറ്റ് നീയും ഇവനും ചേർന്ന് പ്ലാൻ ചെയ്തതാണ്. അന്ന് ആ ലോറി ഓടിച്ചത് ഇവനായിരുന്നു എന്ന് ഇവൻ സമ്മതിച്ചിട്ടുണ്ട്. പൂജയുടെ വീട്ടിൽ നിന്നും പലപ്പോഴായി മോഷ്ടിച്ച പണം ഉപയോഗിച്ചാണ് ഇവൻ ഓട്ടോറിക്ഷ വാങ്ങിച്ചത്. ആ പണം ഉപയോഗിച്ചാണ് പുതിയ വാടക വീട്ടിലേക്ക് ഈ തള്ള മാറിയത്. ഇങ്ങനെയൊക്കെ കിരണ് അവൻ്റെ മേലെ ഒരുപാട് കുറ്റങ്ങൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ള കാലം നിങ്ങൾക്ക് 3 പേർക്കും ജയിലിൽ കിടക്കാം. നിന്നെ ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് വളർത്തിയ ഈ തള്ളക്ക് ഇനി മുതൽ ജയിലിൽ കഷ്ടപ്പെടുന്നത് നിനക്ക് നേരിട്ട് കാണാം എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് നിൽക്കുമ്പോൾ റാണിക്ക് സഹിക്കൂല കേട്ടോ. അപ്പോൾ അവൾ ഉച്ചത്തിൽ പറയാണ്, അല്ല ഈ പറയുന്നതൊന്നും സത്യമല്ല. ഇതൊക്കെ കിരണിൻ്റെ ഒരു അടവായിരുന്നു കേട്ടോ. ശരിയായിട്ടുള്ള സത്യം എന്താണെന്ന് റാണിയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവനിതൊക്കെ അവൻ്റെ മേലിൽ അവൻ സമ്മതിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൂട്ടിയതാട്ടോ. ഇത് കേട്ടിട്ട് കിരൺ പറയാണ്, എനിക്കറിയാം ഞാൻ പറഞ്ഞതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ. നീ ഇതെല്ലാം ചെയ്തത് കമ്മീഷണർ പറഞ്ഞിട്ടാണെന്നും എനിക്കറിയാം. പക്ഷേ അത് നിൻ്റെ വായിൽ നിന്നും തന്നെ ഞങ്ങൾക്ക് കേൾക്കണം. ഇനി പറ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ കേട്ടോ റാണിനോട്. അപ്പോൾ റാണി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അന്ന് വലിയ ആക്സിഡൻറ്റിന് ശേഷം കമ്മീഷണർ കാണാൻ വന്നതും കൂട്ടിക്കൊണ്ട് പോയതും പൂജനെ കുറിച്ച് ഫോട്ടോ കാണിച്ചെടുത്തും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ കേട്ടോ. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, ഈ കമ്മീഷണർ ആരാ നിനക്ക്? അപ്പോൾ റാണി അമ്മാവൻ എന്ന് പറയട്ടോ. ഇത് സീതമ്മക്കും ശ്രീകുമാറിനും അറിയില്ല എന്ന് തോന്നുന്നു. അവർ കണ്ടത് കേൾക്കുമ്പോൾ. അപ്പോൾ അതിനിടയിൽ അവൾ പറയുന്നുണ്ട്, പൂജയുടെ സ്വഭാവമൊക്കെ ശരിക്കും പഠിപ്പിച്ചെന്നത് പ്രിയ എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നീട് പൂജയുടെ വീട്ടിൽ പോയതും മധു ആൻറ്റിക്കും ആ സന്താനങ്ങളും അവളുടെ ആദ്യ സംശയം തുടങ്ങിയതും അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്വർണ്ണമോഷണം നടത്തിയതും. പിന്നീട് കിരൺ ചോദിക്കുന്നുണ്ട്, അല്ല പൂജയെ എന്ത് ചെയ്യാനായിരുന്നു എൻ്റെ ഉദ്ദേശം? എന്നേക്കുമായി ഇല്ലാതാക്കാൻ എന്ന് പറയാം കേട്ടോ റാണി. ശേഷകാലം പൂജയായി ജീവിക്കാൻ.
അവളോട് അടുത്തുള്ള ആളുകളെ ഇല്ലാതാക്കിയാൽ ഞാൻ എല്ലാ കാലത്തും പൂജയായി ജീവിക്കാമെന്ന് കരുതി. ഇത് കേൾക്കുമ്പോൾ കിരൺ പറയും ശ്രീകുമാറിനോട്, കണ്ടില്ലേ, നിന്നെ എന്നേക്കുമായി തേക്കാനായിരുന്നു ഇവളുടെ പ്ലാൻ. പൂജ രക്ഷപ്പെട്ടെന്നറിഞ്ഞപ്പം അവൾക്കുള്ള ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ അച്ഛമ്മയെ തന്നെ കൊല്ലാൻ തീരുമാനിച്ചത്. എല്ലാ കാര്യങ്ങളും അവൾ ഒറ്റയ്ക്ക് ഏറ്റു പറയാം കേട്ടോ. സർ, എന്നെ അറസ്റ്റ് ചെയ്തേക്ക്, കൂട്ടത്തിൽ ഇവരെ ഇതിൽ പെടുത്തരുത്. സാറ് പറഞ്ഞ് ശരിയാണ്, ഇവൻ എന്നെ ഇഷ്ടമായിരുന്നു, പക്ഷേ എനിക്കെന്നും ഇഷ്ടം ക്യാഷിനോടും സ്വത്തിനോടും മാത്രമായിരുന്നു. വസന്തനങ്ങൾ വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ. ആ ടൈമിൽ മധുവാൻ്റെ ടേബിൾ ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വസന്തേട്ടൻ ഇപ്പോഴാണ് വരുന്നത്, ഇന്നലെ വരണ്ടായിരുന്നോ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചു എന്ന് പറയാണ്. അപ്പോൾ വസന്ത, ഞാനെല്ലാം അറിഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നോ മധു, അന്ന് നിങ്ങൾക്കാർക്കും വിശ്വാസമില്ലായിരുന്നല്ലോ ഇത് പൂജയല്ല എന്ന്. ഈ ഒരു കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ അരങ്ങേറിയത്. എന്തായാലും അതിനൊക്കെ ഒരു അവസാനമായി, ഇപ്പോഴാണ് ആശ്വാസമായതെന്നൊക്കെ പറയട്ടോ മധു വസന്തനോട്. അപ്പോൾ വസന്ത ചോദിക്കണ്ടല്ല, എവിടെ പൂജ? അവൾ മുകളിൽ കാണുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് അർജുന അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അർജുനോട് വസന്ത പറയണ്ടേ, എവിടെയാടാ പൂജ, എനിക്ക് അവളെ കാണാൻ ധൃതിയായി എന്നൊക്കെ പറയാം കേട്ടോ. പൂജ കുളിക്കാൻ കയറിയിരിക്കുകയാണ് അങ്കിൾ. എനിക്ക് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്, അങ്കിൾ വേഗം പോയിന്ന് ഫ്രഷായി വാന്ന് പറയാം കേട്ടോ. മധുവാൻ്റെ എല്ലാവരെയും ഹോളിലേക്കൊന്ന് വിളിക്ക്, എനിക്കൊരു കാര്യം പറയണമെന്ന് പറയണേ. അപ്പോൾ മധുവാൻ്റെ കാര്യമായിട്ട് എന്തോ ഒന്നുണ്ടല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിക്കട്ടെ. എന്നിട്ട് പിന്നെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരികയാണ്. അർജുനാണെങ്കിലോ സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ് മാധുരി അമ്മയും മഹേശ്വരി അമ്മയൊക്കെ. എല്ലാവർക്കും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങൾ ആക്സിഡൻറ്റിന് ശേഷം ഇത്രയും ദിവസം എല്ലാവരും ഒരുപാട് അനുഭവിച്ചില്ലേ, വളരെ പ്രയാസകരമായ നിമിഷങ്ങളിലൂടെ ആയിരുന്നില്ലേ നമ്മൾ കടന്നു പോയത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരട്ടി മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത് പറയാം കേട്ടോ. അപ്പോൾ മാധുര്യമ്മ, എന്താടാ നീ കാര്യം പറയാമെന്ന് പറയാം കേട്ടോ. എന്തായാലും പൂജ ഇറങ്ങി വരട്ടെ, എന്നിട്ട് നമുക്ക് സർപ്രൈസ് പൊളിക്കാമെന്ന് പറയാണ്. അങ്ങനെ പൂജ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മധുവാൻ്റി പറയണ, ഇപ്പോൾ പൂജയും എത്തി, ഇനി നീ കാര്യം പറ. ഇപ്പോൾ പൂജ 1 അല്ല 2 ആണെന്ന് പറയാം കേട്ടോ. എല്ലാവരും ആ 2ാമത്തെ ആൾ സ്വീകരിക്കാൻ തയ്യാറായി നിന്നോന്ന് പറയണേ. അപ്പോൾ മഹേശ്വരിയമ്മക്ക് ഇങ്ങനെ എന്താന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മാധുര്യമ്മ പറയാണ്, അമ്മേ ഇത് കാര്യം വേറെയാണ്, നമ്മുടെ വീട്ടിൽ ആൾ കൂടാൻ പോവുകയാണെന്ന് പറയാം കേട്ടോ. അത് കേട്ടതും എല്ലാവരും ചിരിക്കുകയാണ്, എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ അർജുനും പൂജയും ഒരു അച്ഛനമ്മയാവാൻ പോവുകയാണ് അമ്മയെന്ന് പറയാണ്. പിന്നീട് എല്ലാവരും പൂജയെ പിടിക്കലും ഉമ്മ വയ്ക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നീട് പൂജ പറയുന്നുണ്ട്, ഇത് ഞാൻ അറിഞ്ഞ ടൈമിൽ അമ്മേ ഞാൻ ഒട്ടും സന്തോഷവതിയായിരുന്നില്ല. എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു സമയത്തായിരുന്നു ഞാൻ അമ്മയാൻ പോവാണെന്ന് അറിയുന്നത്. അന്ന് ഞാൻ അഞ്ജനാമ്മയുടെ വീട്ടിൽ കഴിയുന്ന സമയമായിരുന്നു. എന്ത് ചെയ്യണം അറിയാതെ ആകെ സങ്കടത്തിൽ നിൽക്കുന്നൊരു ടൈമായിരുന്നു അമ്മേ. പക്ഷെ അഞ്ജനാമ്മ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഈശ്വര, എന്നെ പോലെയാണല്ലോ എൻ്റെ മോൾക്കും നീ വിധിച്ചത് എന്ന് പറയാൻ കേട്ടോ. എല്ലാവരും പറയുന്ന പോലെ എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു അബദ്ധമായിരിക്കും ഇതെന്നാണ് ഞാൻ കരുതിയത്. ഒത്തിരി വിഷമിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ആ ഒരു സമയത്ത്. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സങ്കടം വരികയാണ് കേട്ടോ. എൻ്റെ മോൾ ഇനി വിഷമിക്കല്ലേ, എല്ലാം കഴിഞ്ഞില്ലേ, ഈ ഒരു സമയത്ത് ഇനി ടെൻഷനും വിഷമം ഒന്നും പാടില്ല, നന്നായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കണം, ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. പിന്നീട് മഹേശ്വരി അമ്മയുടെയും മാധുരി അമ്മയുടെയൊക്കെ ഭയങ്കര കെയറിങ്ങും ഒരുപാട് ഇൻസ്ട്രക്ഷൻസൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ മാധുരി അമ്മ പറയണ്ടേ, നമുക്ക് ആരുടെയും ചേച്ചിനോട് പറയണ്ടേ ഈ സന്തോഷ വാർത്ത? അർജുൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും പറയണം. ആദ്യം ഇവിടെ ഈ സർപ്രൈസ് പൊളിച്ചിട്ട് അവിടേക്ക് പോവാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എങ്കിലിനി ഒട്ടും സമയം വൈകണ്ട, ഹോസ്പിറ്റലിൽ പോയിട്ട് നന്ദൻ അങ്കിളിനോടും അരുൺമാനിനോടും നമുക്ക് ഈ വിവരങ്ങളെല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട് അവർ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ.